ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് 500-700 മീറ്ററിന് അപ്പുറമാണ്. ഈ ബാരിക്കേഡിന് അപ്പുറം 2 വളവ് കൂടി കഴിഞ്ഞാലാണ് ഈ പറയുന്ന പ്രദേശം ഉള്ളത്. അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഈ ബിജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ഇന്നലെ ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അവിടെ നമുക്ക് ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് മാറണമെങ്കിൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ചെളിയാണ്. കാൽ ഏത് നിമിഷവും താഴേക്ക് പൂണ്ട് പോവാം. കാൽ വണ്ണ മുഴുവൻ മൂടുന്ന തരത്തിൽ അവിടെ ചെളിയുണ്ട്. അത് കൂടുതൽ പൂണ്ട് ചെളി ഏതാണ് കുഴി ഏതാണെന്ന് അറിയാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ താഴേക്ക് കുഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ആ പ്രദേശത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ആ പ്രദേശത്ത് ഇന്നലെ നമ്മളൊക്കെ നടന്നത്. നമ്മൾ ഈ ബൈക്കും പിടിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവർ അപ്പോൾ എത്ര റിസ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ബിജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത ഒരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ ഓരോരുത്തർ ജോലി ചെയ്യുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പോസിറ്റീവായി തന്നെയാണ് ഈ കാര്യങ്ങളെ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് മറ്റ് റഡാറുകൾ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിൽ സിഗ്നലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഇതും ആകുമോ ഒരുപോലെ ആകുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഈ മൊബൈൽ ഫോൺ അവസാനമായി റിങ് ചെയ്ത ആ പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷയ്ക്ക് കൂടുതൽ വക നൽകുന്നത്. എന്നാലും അതാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജിതിനാവട്ടെ മനാഫാവട്ടെ അവിടെ ഫീൽഡിലുള്ള ബിജു കക്കേമാവട്ടെ MK രാഘവൻ MP ആവട്ടെ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ബിജു കക്കേം പറയുന്ന ഒരു കാര്യത്തിനും കൂടി അവിടെ സാധ്യതകൾ കൂടുതലാണ്. ലോഹ സാന്നിധ്യം കൂടിയ ഒരു പാറകളാണ് ഈ പ്രദേശത്തെ ഉള്ളത്. ഒരുപക്ഷെ റഡാർ അതിൽ ആണോ സെൻസ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു റഡാർ കൊണ്ടുവന്ന് സൈന്യത്തിൻ്റെയും ഉൾപ്പെടെ റഡാർ കൊണ്ടുവന്നുള്ള പരിശോധനയിൽ ഒരു സിഗ്നൽ സെൻസ് ചെയ്തു എന്നുള്ളത് പോസിറ്റീവായി തന്നെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും മനാഫ് പറഞ്ഞ ഒരു വാക്കുകൾ കടമെടുത്ത് തന്നെ നമ്മൾ പറയട്ടെ. ഇത്രയും 7ാം ദിവസം വേണ്ടി വന്നു ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്താൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയൊക്കെ ഒരു ഉദാസീന മനോഭാവം കൂടി കൊണ്ടാണ്. ഇതൊരു ലോറിയുടെ അല്ലെങ്കിൽ ഒരു 2-3 വാഹനങ്ങളുടെ വിഷയമല്ല, മനുഷ്യജീവനുകളുടെ വിഷയമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ഏതായാലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ഈ 7ാം നാളിലും പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ആ പ്രതീക്ഷയ്ക്ക് മുന്നിലെ ഒരു ഇത്തിരി വെട്ടമായി ഇപ്പോൾ ഈ ഒരു സിഗ്നൽ നമുക്ക് മുന്നിൽ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പോസിറ്റീവായി തന്നെ അത് ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് 7ാം ദിവസവും വലിയ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അവിടെ അങ്കോലയിൽ തുടരുകയാണ്. അതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ലോഹ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട് ഈ ലോറികളൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട് അവിടെ ആഴത്തിലുള്ള പരിശോധന തുടരുകയുമാണ്.